ഗുണ്ടകളുടെ ഒത്തുചേരലും പിറന്നാൾ ആഘോഷവും കേരളത്തിൽ ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ഇവിടുത്തെ ക്രമസമാധാന നില തകർന്നുവെന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരും. തിരുവനന്തപുരം നെടുമങ്ങാട് പരസ്യമായി ഗുണ്ടകൾ പിറന്നാൾ ആഘോഷിച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇതറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി. പിന്നീടുണ്ടായത് കൂട്ടാക്രമണമാണ്. പോലീസ് വാഹനവും തകർത്തു. നിരവധി പോലീസുകാർക്ക് ഗുണ്ട ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കേസിൽ കുപ്രസിദ്ധ ഗുണ്ട സ്റ്റംബർ അനീഷ് ഉൾപ്പെടെ 12 പേരെ അറസ്റ്റ് ചെയ്തു. കുപ്രസിദ്ധ ഗുണ്ട നേതാവായ സ്റ്റംബർ അനീഷ് തലസ്ഥാനത്തെ ഗുണ്ടകളെ ക്ഷണിച്ച് ജന്മദിനാഘോഷം ആഘോഷമാക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചതോടെ പോലീസ് ഇടപെട്ട് തടഞ്ഞു. തുടർന്ന് രാത്രി 10:30 നേർക്കുനേർ ഏറ്റുമുട്ടൽ. ഗുണ്ടാ സംഘം പോലീസുകാരെ വളഞ്ഞിട്ട് മർദ്ദിച്ചു. നെടുമങ്ങാട് SHO രാജേഷ് കുമാർ അടക്കമുള്ള പോലീസുകാർക്ക് മർദ്ദനമേറ്റു. ഏറെ നേരത്തെ സംഘർഷത്തിനൊടുവിൽ സ്റ്റംബർ രാജേഷ് ഉൾപ്പെടെ സംഘത്തെ പോലീസ് കീഴ്പ്പെടുത്തി. കേസിൽ ഇതുവരെ 12 പേരെ അറസ്റ്റ് ചെയ്തു. കൊലപാതക ശ്രമം, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പോലീസ് വാഹനം തകർക്കൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസ്. കേസിൽ സ്ത്രീകളടക്കമുള്ള കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മർദ്ദനത്തിൽ പരിക്കേറ്റ പോലീസുകാർ ആശുപത്രിയിൽ ചികിത്സ തേടി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂസ് 18 തിരുവനന്തപുരം.